അങ്ങനെ ഇന്ത്യൻ 2 കണ്ടു. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വിക്രം മൂവിലൂടെ തിരിച്ചു വന്ന കമലഹാസനെ ഇന്ത്യൻ 2 തിരിച്ചയച്ചിട്ടുണ്ട് ഡയറക്ടർ ശങ്കർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടം അത്ര പോരാ. ശരിക്കും പുള്ളി ഉദ്ദേശിച്ചത് ആ ഒരു അന്യൻ മോഡൽ, ആ ഒരു സ്റ്റൈലിൽ മേക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇന്നത്തെ ഒരു ജനറേഷനിൽ അതത്ര വർക്കായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ മൂവിയിലുണ്ടല്ലോ സിദ്ധാർത്ഥിന്റെയും ഫ്രണ്ട്സിന്റെയും കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു പോർഷൻ സത്യം പറഞ്ഞാൽ ബെറ്റർ ആയിരുന്നു. ഒരു ശങ്കർ മൂവിയുടെ യാതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു പടം, നല്ലൊരു സ്റ്റോറി ആവട്ടെ, സ്ക്രീൻ പ്ലേ ആവട്ടെ, പോട്ടെ BGM പോലും, അതൊക്കെ AR റഹ്മാൻ കേട്ടോ, വേറെ ലെവല് തന്നെ. അതൊക്കെ എത്ര ശ്രമിച്ചാലും അനിരുദ്ധിനൊന്നും പിടിക്കാൻ പറ്റൂല. ഇതിൽ ഈ താത്ത എന്ന ക്യാരക്ടറിന് 6 പാക്ക് കാണിക്കുന്ന ഒരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഓർമ്മ വരുന്ന ഒരുമാതിരി കടയുടെയൊക്കെ ഷട്ടർ ഇടുന്ന പോലെ തന്നെ താത്ത 6 പാക്ക് ഇടുന്നു. പടത്തിന്റെ അവസാനം അവർ ഇന്ത്യൻ 3 ട്രെയിലർ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് സംഭവം അടിപൊളിയായിരുന്നു. ഇനി ഇന്ത്യൻ 3 എന്തെങ്കിലും സംഭവം ഇരിക്കുമോ എന്തോ. എന്തായാലും കമലഹാസൻ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യൻ 3 സ്റ്റോറി കേട്ടിട്ടാണ് പുള്ളി ഇന്ത്യൻ 2 കമ്മിറ്റ് ചെയ്തതെന്ന്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ ആരൊക്കെ ഇന്ത്യൻ 3 വെയിറ്റ് ചെയ്യുന്നുണ്ട്.